പോവാല്ലേ? ഓക്കെ. സുനാപ്പി എന്ത് അയ്യോ പോണു ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. രസ്യടി. ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്, മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നേ. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അങ്ങനെ നാടെത്തി. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. എന്തിനാണ് മരത്തോട്ട് പിടിച്ചേക്കണേ? ഞാൻ ഈ മരയുടെ പ്രേമത്തിലടാ. അടുത്ത പാരാവധി കല്യാണം. അമ്മാമനെ കുട്ടിയോട് പോരടാ. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബാറിന്റെ ഉള്ളിലാണെങ്കിലും അന്തക്കോയ കണ്ടുപിടിക്കും. പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് പൊട്ടൂല, എങ്കിലും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടുന്നത് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ, നല്ല കളർഫുൾ ആയിട്ടില്ലേ. അയ്യോ, നിന്റെ തലാര എവിടെ കൊണ്ടെന്ന് വെച്ചേ? തല മാത്രമല്ലടാ, ഉടലുണ്ട് താഴെ. നിന്റെ കൊടലെടുക്കും. നീ ആരോട് വെച്ചിട്ട് വീടിനകത്ത് വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ. ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ. കിട്ടിയോ? ഇല്ല, ചോദിച്ചു മുടിഞ്ഞ കനം. യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. നീ അവനെ കൊണ്ടുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. വെറുതെ ചിരിപ്പിക്കരുത്. എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനല്ലോ. പേടിച്ചു പോയോ? ഇതിവിടെ എത്തിയോ? ഞാനും നടത്തണ്ടേ? എന്റെ പോട്ട് അവലേശനാണോ? പറയണ്ട, ഞാനത് ഇവിടെ എന്താ താപ്പസിനെ മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എണീച്ച് പോടാ, എണീച്ച്. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ, അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. മാന്യന്മാരെ പറ്റിക്കരുത്. ഒരെണ്ണം, ഒരെണ്ണമല്ല, രണ്ടെണ്ണം. ചേട്ടനെ വിളിച്ച മാതിരിയൊക്കെ. ഹലോ, എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ എന്താ എന്റെ ഉദ്ദേശം? എന്റെ പിള്ളേരെ തൊടുവാടാ. നീയൊക്കെ കളിച്ചത് ജഗത്താനോടാടാ. നന്നായിട്ടുണ്ട്. ഈ കോപ്പറേം കാണിക്കാനോടോ താൻ എന്നെ വിളിച്ചു നിർത്തിയത്? ബാക്കിയുള്ളവനോട് തീയുണ്ട വിഴുങ്ങി നിൽക്കുമ്പോൾ അവന്റെ ഒടുക്കത്തൊരു ഡാൻസ്. ആരായി പുതിയ അവതാരം? ഇത് ഡബിൾ റോളാ. ഡബിള്. എടാ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇയാൾ എന്തായി കാണിക്കുന്നത്? ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. എത്ര ഇടി വെട്ടണം, അതിലൊരെണ്ണം. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. ഓടാ, അമ്മയും മകളെ തിരിച്ചറിഞ്ഞൂടാത്തോമാരെ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ടി വരും. നിക്കണയാള് കണ്ടാ കണ്ടാ പടക്കുന്ന മീനോ? എടാ തെണ്ടി സുരേഷ്, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. മുമ്പിലെങ്ങാനും വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. Enemies ahead. അയ്യോ, Enemies ahead. ഇങ്ങനെ പേടിക്കലടാ. ആണുങ്ങളെ വില കളയാനായിട്ട് നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറുണ്ടായാൽ ഒരു വലിയ ശബ്ദം കേൾക്കും. എന്നാ നമുക്ക് എഴിഞ്ഞു നീങ്ങാം. ആരോ വരുന്നുണ്ട്.
ആ ഹെൽമെറ്റ് ഊരിന്റെ വല്ല കാര്യമുണ്ടോ? ഞാനിപ്പോ 150 വിടാറുള്ളൂ. ആ സൂചിയില്ലേ സൂചി, അതിങ്ങനെ 98 99 കയറിട്ടുണ്ടല്ലോ. 200 കയറുമ്പോ ഒറ്റ പൊട്ടായിരുന്നു. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നത് കരുതിയാ മതി. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഞാനൊരു എടുത്താട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണ്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കലേ. തന്റെ തല ഈ കല്ല് കൊണ്ട് നമ്മൾ തല്ലി പൊട്ടിക്കും. നോക്കിക്കും. ഉറപ്പിക്കാം. ഹലോ മിസ്റ്റർ പെരേര. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ. ആള് മാറി അടിച്ചു പോയി. സോറി. ഇനി നമ്മളെന്താ ചെയ്യ? നമ്മുടെ കണ്ണുകളിൽ തീഷ്ണത വരുത്ത്. തീഷ്ണത ഇമ വെട്ടാതെ നോക്കിക്കോ. നോക്കിയോ? അനങ്ങരുത്. ഞാൻ പോരാവേ. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. നിന്നെ ഈ ചൂണ്ടിലേക്കാണ് കൊത്തുന്ന കൊത്തും. ഇന്നാ പിടിച്ചോ? കൊത്തുമായിരിക്കുമല്ലേ? അല്ല പിന്നെ ഇത്ര പേർക്ക് പേടിക്കാൻ ഇവര് മാത്രം എന്താ പേടിച്ചോ? നീ എന്താ ആളെ പേടിപ്പിക്കുക? എന്താണ് ബ്രോ, മോട്ടയാണോ? നെക്സ്റ്റ് പേഷ്യന്റ്. നീ ജെയിംസ് ബോണ്ട് ക്ലിയർ. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഓട് വർമ്മ ഓട് ഓട് വേഗം ഓട്. ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. നീ എന്തിനാ അയാളോട് ദേഷ്യം പറഞ്ഞേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ഞാൻ പോകുന്നു. ബൈ ബൈ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ഇവ മുകളിലേക്ക് പോകും. ഈശ്വര. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. സംശയമൊന്നുമില്ലല്ലേ? എന്താ സാർ കൂടുതൽ നന്നായി പോയി. ഒറ്റ കീറ് വെച്ചതാണല്ലോ. സ്നേഹിനടുത്ത് VIP ഷെഡിയിൽ വെച്ച പോലെ നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. ആരും അറിയില്ല മല്ലയ്യ. മടമടാന്ന് കുടിക്കുന്നില്ലേ? എനിക്കും കൊതിയാവുന്നു. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഒരു സുഖം, ഒരു മനസുഖം. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അയ്യോ എന്റെ കാഴ്ച പോയി. നേരത്തെ ഞാൻ വെറുതെ പറഞ്ഞാടാ, മൈൻഡ് ചെയ്യണ്ടെന്ന്. ഇടപെടടാ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈ ശൂശോടാ. എങ്ങനെ ഇരിക്കണം? അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? അവനെങ്ങനെ രക്ഷപ്പെട്ടുകൂടാ? ആ കാര്യം ഞാൻ എത്തി. എനിക്കണ്ടോ എന്തൊക്കെ മേളായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി. இந்த மாதிரி நேரத்துல வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா?
അതെ നീയാണ്? അതെ ഞാനാണ്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.